അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സംശയം, അതിന് പെട്ടെന്നൊരു ഇത് കിട്ടണില്ല. അതായത് ജമാഅത്തായി ഇമാമും കുറച്ച് മഹ്മൂമുകളൊക്കെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇമാം സലാം വീട്ടിയപ്പോഴാണ് മഹ്മൂമ് ഒരാൾ പറയുന്നത് നമ്മൾ 5 റക്അത്താണ് നിസ്കരിച്ചത് എന്ന്. അപ്പോൾ മറ്റവരും പറഞ്ഞു ആ 5 തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിന് സുബ്ഹാനല്ലാഹ് എന്ന് പറയാതിരുന്നതും ഇമാമിനെ അതിൽ ഉണർത്താതിരുന്നതും ഓൽക്കപ്പോൾ എപ്പോഴാണ് ഒരു ആശയക്കുഴപ്പമുണ്ടായതുകൊണ്ടായിരിക്കും. എപ്പോഴാണ് ഇപ്പോൾ തസ്ബീഹ് ചെല്ലേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടോ എന്തോ ആവട്ടെ, സലാം വീട്ടിയതിന് ശേഷമാണ് ഇമാമിനോട് പറഞ്ഞത് നമ്മൾ 5 റക്അത്താണ് നിസ്കരിച്ചിട്ടുള്ളത്. 4 റക്അത്തുള്ള നിസ്കാരം 5 റക്അത്താണ് നിസ്കരിച്ചത്. അവിടെ ഇപ്പോൾ നമ്മൾ നിസ്കാരം മടക്കന്നെ വേണ്ടി വരുമല്ലോ. എങ്ങനെയാണ് അതിൻ്റെ മസ്അല? ഇനി മടക്കാത്ത നിർവാഹം ഉണ്ടാവുമോ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാഅത്തായി നിർവഹിക്കപ്പെടുന്ന നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഒരു റക്അത്ത് കൂടുതൽ നിർവഹിച്ചിട്ടുണ്ട് എന്നറിഞ്ഞത്. എന്നാൽ അതിൻ്റെ നിയമം എന്താണെന്നാണ് ചോദ്യം. ഉദാഹരണമായി അസ്ർ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ ശേഷമാണ് ഒരു റക്അത്ത് കൂടി എന്നറിഞ്ഞത്. എന്നാൽ ആ നിസ്കാരം മതിയാകുന്നതും മടക്കൽ നിർബന്ധം ഇല്ലാത്തതും ആണ്. പക്ഷേ ഇമാമ് സായിദയായ 5-ാമത്തെ റക്അത്തിലേക്ക് എണീൽക്കുന്നത് എന്ന് ഒരു മഅ്മൂമിന് ഉറപ്പുണ്ടായിട്ടും അയാൾ 4-ാമത്തെ റക്അത്തിൽ ഇരിക്കാതെ ഇമാമോടൊപ്പം 5-ാമത്തെ റക്അത്തിലേക്ക് എണീൽക്കുകയും ചെയ്താൽ ആ എണീറ്റവൻ്റെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. നേരെ മറിച്ച് 4-ഓ 5-ഓ ഇമാമി പോകുന്നത് എന്ന് ഉറപ്പില്ല, അങ്ങനെയാണ് ഇമാമിൻ്റെ കൂടെ അവൻ എണീറ്റത്, അവനും നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് കൂടുതലായി എന്ന് ഉറപ്പായത്, അവരും നിസ്കാരം അടയ്ക്കേണ്ടതില്ല. അപ്പം നിസ്കരിക്കുമ്പോൾ തന്നെ കൂടുതലാണ് എന്ന് ഉറപ്പുള്ളവർ മാത്രമാണ് നിസ്കാരം ബാത്തിലാകുന്നത്. നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കൂടി എന്നറിഞ്ഞത്, അവരുടെ നിസ്കാരം ബാത്തിലാകുന്നതല്ല. ഈ വിഷയം ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ നിന്ന് മനസ്സിലാകും. ബഹുമാനപ്പെട്ട ഫത്തുൽ മൊയ്ൻ 60, 90, 91 പേജുകൾ നോക്കിയാലും ഈ കാര്യം നമുക്ക് വ്യക്തമാകും.